ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന HSST ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ 2025 ഡിസംബർ 31 HSST ഇംഗ്ലീഷിൻ്റെ നോട്ടിഫിക്കേഷൻ. പരീക്ഷ മിക്കവാറും ജൂൺ മാസത്തിലോ ജൂലൈ മാസം 2026 ജൂൺ ജൂലൈ മാസങ്ങളിൽ പരീക്ഷ നടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഈ പരീക്ഷയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. HSST എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ലഭ്യമാകുന്ന ഏറ്റവും കവറ്റഡ് ആയ പോസ്റ്റുകളിൽ ഒന്നാണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് BEd, സെറ്റ്, നെറ്റ്, MEd, MPhil, PhD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല പോസ്റ്റാണ്. സാമാന്യം മെച്ചപ്പെട്ട സാലറിയും മറ്റ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ വളരെ നല്ലൊരു കരിയറാണ് HSST ഇംഗ്ലീഷ്. അപ്പൊ HSST ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരകാല സ്വപ്നമാണ്. അത് കരസ്ഥമാക്കുന്നത് 2026 നമ്മൾ HSST ഇംഗ്ലീഷ് എന്ന ഈ തസ്തിക കരഗതമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക. ഇനി നോക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം അതിൻ്റെ സിലബസ്, എക്സാം പാറ്റേൺസ് ഒക്കെ ശ്രദ്ധിക്കണം. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം, HSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഇംഗ്ലീഷിന് 70 മാർക്കിൻ്റെ, അതായത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. 70 മാർക്കാണ് നമുക്ക് ലിറ്ററേച്ചർ സൈഡ്. HSST ഇംഗ്ലീഷ് അധ്യാപകനാവാൻ നാം പഠിച്ച നമ്മുടെ കോഴ്സ് സബ്ജക്റ്റിൽ 70 മാർക്കാണ്. 70 മാർക്കിന് വേണ്ടി 14 മൊഡ്യൂൾസ് ആണ്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ഈ വളരെ ഡീറ്റെയിൽഡ് ആയ സിലബസ് ആണ്. കേരളത്തിലെ സർവകലാശാലകളുടെ സിലബസുകൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മതലങ്ങളിൽ പ്രിപ്പയർ ചെയ്ത ഒരു സിലബസ് ആണിത്. 14 മൊഡ്യൂൾസ്, അത് 40-30 മാർക്കായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് 8 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ 4 പാർട്ട് ഡീറ്റെയിൽഡും 4 പാർട്ട് നോൺ ഡീറ്റെയിൽഡും. അതിന് 40 മാർക്സ്. ഓർമ്മിക്കണം, 70 മാർക്കിൻ്റെ ലിറ്ററേച്ചർ സൈഡാണ് ക്വസ്റ്റ്യൻ വരാനുള്ളത്. അതിൽ 40 മാർക്കിന് ആദ്യത്തെ 8 മൊഡ്യൂളുകൾ, 4 ഡീറ്റെയിൽഡും 4 നോൺ ഡീറ്റെയിൽഡും. വളരെ സൂക്ഷ്മതലത്തിലുള്ള സിലബസ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 30 മാർക്കാണ്. 9 to 14. 9 to 14 എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് ഉണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്. ലിറ്റററി ക്രിറ്റിസിസം തിയറി ഉണ്ട്. കൾച്ചർ സ്റ്റഡീസ്. ഈ പാർട്ടിൽ 30 മാർക്കാണ്. അതിൽ അമേരിക്കൻ ലിറ്ററേച്ചർ ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് ഉണ്ട്. മറ്റ് 4 ഭാഗങ്ങൾ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആൻഡ് കൾച്ചർ സ്റ്റഡീസ്. അങ്ങനെ 70 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മളെ PG സിലബസിനെ ബേസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡായി സിലബസ് സൂക്ഷ്മതലങ്ങളിൽ പഠിച്ച് വളരെ കൃത്യമായി പീരീഡ് വൈസ് ക്രോണോളജി കൃത്യം മനസ്സിലാക്കി, സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബ്രിട്ടൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ സിലബസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വരുന്നത് 30 മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 5 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, 5 മാർക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്, 5 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ റിനൈസൻസ് ഓഫ് കേരള 5 മാർക്സ് ആണ്. സോഷ്യൽ വെൽഫെയർ, അതായത് ഗവൺമെന്റിന്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ പ്രോഗ്രാംസ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളാണ്. പലതരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരം സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ പ്രോഗ്രാംസിനെ കുറിച്ച് ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്ത് 5 മാർക്ക്. പിന്നെ
GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 30. ഇതൊക്കെ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആള് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് ഈ GK യും കറണ്ട് അഫയേഴ്സും ശ്രദ്ധിക്കുക. ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിക്കാം. കറണ്ട് അഫയേഴ്സിൽ അവാർഡ്സ് ചോദിക്കാം, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ കേരള റെനൈസൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ 100 മാർക്കിന്റെ പരീക്ഷ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. നോക്കണം നിങ്ങൾ. ഇനി പ്രൊഫ്സ്കെ ലേണിംഗ് ആപ്പ് ഞങ്ങൾ പുതിയ ബാച്ച് ഈ 2026 ജനുവരി 1 ആരംഭിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി 3-4 ടേംസിലായിട്ട് ഞങ്ങൾ HSST ഇംഗ്ലീഷ് അതുപോലെയുള്ള പരീക്ഷകൾക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് അധ്യാപകർ, ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്, എക്സ്പേർട്ട് ടീച്ചേഴ്സാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളുടെ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാം. ഒന്ന്, ഞങ്ങളുടെ ക്ലാസ്സുകൾ മിക്കവാറും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. ഭൂരിപക്ഷം ക്ലാസ്സുകളും ലൈവ് റെക്കോർഡഡ് ആയിരിക്കും. സിലബസ് കൃത്യമായി തീർക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ, ഒരു കുട്ടിക്ക് പരീക്ഷ പാസ്സാകാനുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പരീക്ഷ കോമ്പറ്റീവ് എക്സാമിനേഷൻ പാസ്സാകാനുള്ള എല്ലാ സ്ട്രാറ്റജികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ടാവും. ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഡെയിലി എക്സാംസ്. അത് ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻസർ കീ അന്നേരം തന്നെ കൊടുക്കും. അങ്ങനെ ഡെയിലി കുട്ടികളെ കാര്യങ്ങൾ അധ്യാപക സുഹൃത്തുക്കളെ വളരെ കാരണം ഈ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തരാക്കാനുള്ള നല്ല ഒരു സ്ട്രാറ്റജിയാണ് ഡെയിലി എക്സാംസ്. പിന്നെ അത് കഴിഞ്ഞാൽ വീക്കെൻഡ്, ഒരു ആഴ്ചയിൽ പഠിപ്പിച്ച മുഴുവൻ ഭാഗങ്ങളെയും ബേസ് കൊണ്ടുള്ള എക്സാംസ് ഉണ്ടാവും. പിന്നെ മോഡൽ എക്സാംസ്, അത് PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് ഈസി, ആവറേജ്, ഡിഫിക്കൽട്ട്, PSCയുടെ പുതിയ മോഡേൺ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാം അധികം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള പരീക്ഷയുടെ പുതിയ ട്രെൻഡ്സ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പരീക്ഷ എഴുതിയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് PDF നോട്ട്സ് കൊടുക്കും. ഇതാണ് പ്രൊഫ്സ്കെ ലേണിംഗ് ആപ്പിന് പ്രത്യേകത. PDF നോട്ട്സ് ഉണ്ടാവും, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഡെയിലി എക്സാംസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ് കൊടുക്കും, PDF നോട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 1-2 ആഴ്ച കഴിയുമ്പോൾ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഏരിയയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പുതിയ ട്രെൻഡ്സ്, ഇപ്പോൾ ക്രിറ്റിസിസം ശ്രദ്ധിക്കേണ്ട മേഖലയുണ്ട്, കൾച്ചർ സ്റ്റഡീസും ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം ഉണ്ട്. ആ മേഖലയിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയറിംഗ്, എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള, ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷൻസ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഉദ്യോഗാർത്ഥിയെ കോമ്പിറ്റൻ്റ് ആക്കുക. നിങ്ങൾ ആത്മവിശ്വാസം, നിങ്ങൾക്കറിയാം പരീക്ഷ വിജയിക്കുന്ന ആത്മവിശ്വാസം വേണം. ഈ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ മെന്റർഷിപ്പ് ഉണ്ട്. അതായത് ടീച്ചേഴ്സ് നമുക്കറിയാം ഒരു മൊബൈൽ ലേണിംഗ് ആപ്പ് എങ്ങനെയാണ് ഒരു നിറസാന്നിധ്യമാകുന്നത്, നിങ്ങളെ പഠന പ്രക്രിയയിൽ നിങ്ങളോടൊപ്പം എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യക്തമായി നിങ്ങൾക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾ ടീച്ചേഴ്സ്, അതായത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രയാസം വരുന്ന ഏരിയയിൽ, ഏതെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ അതിനൊക്കെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ ഞങ്ങളെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒക്കെ തന്നെ ഞങ്ങളെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ വളരെ കാലമായി PG ലെവൽ പഠിപ്പിച്ച് പരിചയമുള്ള റിസർച്ച് ഗൈഡ്സ് ആയിരിക്കുന്ന ഒരു അധ്യാപക നിരയാണ്. അത് PG ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും PG ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത പല റിസർച്ച് ഗൈഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ഫാക്കൽറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫാക്കൽറ്റിന്റെ പ്രത്യേകതയാണ് ക്വാളിറ്റിക്ക് അല്പം പോലും ഞങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി എഷ്യൂർഡ് ആയിരിക്കും. ക്വാളിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെ വലിയ പരസ്യങ്ങളും ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങളെ ഓരോ
സ്റ്റുഡൻറ് ആണ്, ഓരോ സ്റ്റുഡൻറ്റുമാണ് ഞങ്ങളെ പരസ്യം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന ക്ലാസ് റൂംസ് ആയിരിക്കും. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് ഒരു പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ് റൂം സൗകര്യങ്ങളുണ്ട്. ക്വാളിറ്റി അഷ്വർ ഇതാണ് ഞങ്ങളെ സാലിയൻ ഫീച്ചേഴ്സ്. ഞങ്ങൾ പ്രൊഫഷണൽ ലേണിംഗ് ആപ്പിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഇനി ഞങ്ങളെ ക്ലാസ് പുതിയ ബാച്ച്, അതായത് ജനുവരി 2026 ജനുവരി മാസം 1-ാം തീയതി പുതുവർഷ പുലരിയിൽ ഞങ്ങൾ ഒരു ബാച്ച് തുടങ്ങുന്നു. ഞങ്ങളെ ബാച്ച് പുതുവർഷ പുലരിയിൽ ആരംഭിക്കുക. 2026 നമ്മുടെ വർഷമാണ്. 2026 എന്ന വർഷത്തിൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ്, സമൂഹത്തിൽ വളരെ മാന്യത ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. അതിനുവേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. നിങ്ങൾക്കറിയാം, പഠനം എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. അതായത് ഒരു കൂട്ടായ്മയിലൂടെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ട കാര്യമാണത്. അങ്ങനെ നമ്മൾ പുതിയ ബാച്ച് 2026 ആരംഭിക്കുകയാണ്. ഈ ബാച്ചിലേക്ക് നിങ്ങളെ ഈ പുതിയ വർഷത്തിൽ സഹർഷം നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുതുവർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ HSST ആവണം. അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ നാളെ തന്നെ തുടങ്ങുക. അതായത് നാളെ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി തന്നെ നിങ്ങൾ ആരംഭിക്കുക. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ ഫീച്ചേഴ്സ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഫാക്കൽറ്റി, 1-ാം തരം PDF നോട്ട്സ്, നല്ല 1-ാം തരം ക്ലാസ്സുകൾ, വളരെ ഡീറ്റെയിൽഡ്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏതൊക്കെ തലങ്ങളിൽ എവിടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെ മെറ്റിക്കുലസ്ലി പ്രിപ്പയർഡ് ആയ നോട്ട്സും ക്ലാസ്സും എക്സാംസും ആണ് പ്രൊഫഷണൽ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാവർക്കും ഞാൻ പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ഓർമ്മിക്കുക, ഈ വർഷം 2026 നമ്മുടേതാണ്. HSST പരീക്ഷ നിങ്ങൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. HSST എക്സാം എന്ത് വില കൊടുത്തും ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുക. ഇത് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. പ്രസ്കേലിന് വേണ്ടി ഹൈദർ മാഷ്.